We have with us today Dr. Unnikrishnan, a retired principal of the Government Teacher Training Institute for Women, Coimbatore, whose contributions to education are both inspiring and impactful, to share a few words with us. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും നമസ്കാരം. ഉപ്പട്ടി പട്ടണത്തിൽ കാലുകുത്തിയതും ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ പിന്നിൽ ഉണ്ട് എന്ന ഒരു തോന്നൽ എനിക്ക് പെട്ടെന്ന് തോന്നി. നീണ്ട 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓടിയും നടന്നുമുള്ള വഴികൾ പെട്ടെന്ന് എന്നെ കോരിത്തരിപ്പിച്ചു. ഈ പ്രദേശവുമായി ഒരു അഭേദ്യ ബന്ധം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ട്. പിന്നിട്ട് പോയ ആ നല്ല നാളുകൾ എൻ്റെ സ്മൃതിപഥത്തിൽ ഓരോന്നായി വന്നുകൊണ്ടേയിരുന്നു. അഴകിൻ്റെ പര്യായമായ ഉപ്പട്ടിയും അവിടുത്തെ സ്നേഹനിധികളായ ജനങ്ങളും എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മയിൽ ഉണ്ട്. ഭാരത് മാതാ സ്കൂൾ ഇത് സന്തോഷത്തിൻ്റെയും ധന്യതയുടെയും നിമിഷങ്ങളാണ്. ഈ സ്കൂൾ അങ്കണത്തിലെത്തിയപ്പോൾ ഞാൻ തികച്ചും അത്ഭുതസ്തബ്ധനായി മാറി. ഞാൻ കണ്ട ഭാരത് മാതാ സ്കൂളല്ല ഇപ്പോഴിവിടെ ഉള്ളത്. എത്രയോ ഉയരങ്ങളിലേക്ക് ഈ വിദ്യാലയം എത്തിക്കഴിഞ്ഞു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 75 വർഷങ്ങൾ പിന്നിടുന്ന ഒരു മഹനീയ മുഹൂർത്തം. എവിടെ തിരിഞ്ഞു നോക്കിയാലും ആനന്ദം അലതല്ലുകയാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളുമായി ആരംഭിച്ച നെല്ലിയാളം ഗ്രാമസംഘം സ്കൂളിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ വിദ്യാലയത്തിലാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ബാലപാഠങ്ങൾ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. 3ാം തരം വരെ എനിക്കവിടെ പഠിക്കാൻ കഴിഞ്ഞു. ആ കൊച്ചു വിദ്യാലയം വളർച്ചയുടെ പന്ഥാവിലൂടെ സഞ്ചരിച്ച് പടിപടിയായി ഉയർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ഒരു വലിയ ദീപശിഖയായി മാറി എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരത് മാതയുടെ ചരിത്രം ഉപ്പട്ടിയുടെയും ഈ നാടിൻ്റെയും ചരിത്രമാണ്. സ്കൂളിനു വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരെ ഈ അവസരത്തിൽ എല്ലാവരും ഓർമ്മിച്ചു കഴിഞ്ഞു. ഞാനും അവരെ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഭാരത് മാതാ സ്കൂൾ നീലഗിരിയുടെ, പ്രത്യേകിച്ച് ഉപ്പട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു തിലകക്കുറിയാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് ചുക്കാൻ പിടിച്ച കറസ്പോണ്ടന്റുമാർ എൻ്റെ ഓർമ്മയിലുള്ളവരെയാണ് ഞാൻ പറയുന്നത്. ജനാബ് കുഞ്ഞായൻ ഹാജി, റവറൻ ഫാദർ ചെറിയാൻ രാമനാലിൽ, റവറൻ ഫാദർ തോമസ് താനിക്കക്കുഴി, റവറൻ ഫാദർ ജോസ് പാലക്കാട്ടിൽ. ഇവരെ ഞാൻ എന്നും ഓർക്കുന്നു. പ്രത്യേകിച്ച് റവറൻ ഫാദർ ചെറിയാൻ രാമനാലിൽ. ഞാൻ അന്ന് പന്തലൂർ ഹൈസ്കൂൾ 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മൈസൂരിലെ സെൻറ്റ് ഫിലോമിനാസ് കോളേജിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ അഡ്മിഷന് വേണ്ടി എൻ്റെ കൂടെ വന്നു, എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നു. അവിടുത്തെ ഫാദർ, ഒരു ഫ്രഞ്ച് ഫാദർ ഫ്ലോറി കണ്ടു. ആ എല്ലാ അഡ്മിഷനും കഴിഞ്ഞ ശേഷമായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ കലാലയത്തിലാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഇന്നും അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അടുത്തതായി പറയാനുള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻ്റെ വാത്സല്യനിധിയായ അച്ഛനെക്കുറിച്ചാണ്. ആ പാതാരവിന്ദങ്ങളിൽ ഞാനൊരു അശ്രുപൂജ നടത്തുകയാണ്. 1951 മുതൽ 1979 വരെ പ്രധാന അധ്യാപകനായി ശ്രീ എം ഗോവിന്ദൻ നായർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഒരു മാതൃക അധ്യാപകനായിരുന്നു എന്നതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കും ചിട്ടയുമുള്ള ശിക്ഷണം, കുട്ടികളോടുള്ള അച്ചടക്കബോധം വളർത്താനുള്ള കാര്യങ്ങൾ, സ്വഭാവ രൂപീകരണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക്, ഇവയെല്ലാം മികച്ചതായിരുന്നു.
പ്രശസ്ത സേവനത്തിനായി തമിഴ്നാട് ഗവൺമെൻറ് 1969 അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്ത് ആദരിച്ചിരുന്നു. നീലഗിരി ജില്ലയിലെ ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്കും സഹ അധ്യാപകർക്കും ഒരു മാർഗദർശിയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. യശസ്വരീരനായ ശ്രീ നാരായണൻ മാസ്റ്റർ, നാരായണൻ നായരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിരറ്റ വൈകാരികതയോടും ആദരവോടും കറയറ്റ നന്ദിയോടും കൂടി ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന അദ്ദേഹം എൻ്റെ സ്വഭാവ രൂപീകരണത്തിലും ചെറുപ്പകാലത്തുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലും പ്രത്യേകം പങ്കുവഹിച്ചു എന്നതിൽ ആ ശ്രേഷ്ഠനായ അധ്യാപകനെ ഞാൻ ബഹുമാന പുരസ്കരം സ്മരിക്കുകയാണ്. മറ്റ് മഹത് അധ്യാപകരായ ദാമോദരൻ മാസ്റ്റർ, മധുസൂദനൻ മാസ്റ്റർ, നാരായണി ടീച്ചർ, സുമതി ടീച്ചർ എന്നിവരുടെ നിഷ്കളങ്കമായ മുഖങ്ങൾ, സുന്ദര മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ മാറി മറിയുകയാണ്. അവരെല്ലാവരും എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. ദാമോദരൻ മാസ്റ്റർ ഒരു സഹോദര തുല്യനായ വ്യക്തിയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രിൻസിപ്പാൾ, ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ മിസ്റ്റർ ബിജു ജോസഫ് 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്തായാലും ഈ ഫംഗ്ഷന് വരണം, പല സന്ദർഭങ്ങളിലായി എനിക്കിവിടെ നിന്ന് വരാനുള്ള ക്ഷണം ദാമോദരൻ മാസ്റ്റർ, തോമസ് മാസ്റ്റർ തുടങ്ങിയ എല്ലാവരും എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും പലതരം കാരണങ്ങൾ കൊണ്ട്, ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങോട്ട് വരാൻ കഴിയാഞ്ഞത്. ഇപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ സഹോദരി ശാന്ത, സഹോദരന്മാർ മോഹൻദാസ്, വിനോദ് കുമാർ, ശാന്തയുടെ മക്കളായ അനുരാധ, അനുപമ, ശബരിനാഥ് എല്ലാവരും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവരെല്ലാവരും പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ഉണ്ട്. അനേകായിരങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഭാരത് മാതാ സ്കൂളിന് 75 വയസ്സ് തികയുന്ന ഈ വളർച്ചയിൽ ഭാഗഭാക്കായിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ ശക്തമായ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയുണ്ട് എന്നതിൽ സംശയമില്ല. ഇവിടെ കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും പടിപടിയായി വന്നിട്ടുള്ള, ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള മാനേജ്മെൻറ്റാണ് എന്നതിൽ സംശയമില്ല. അവർ എല്ലാ കാലത്തിലും നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാലയത്തിൻ്റെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വിദ്യാലയത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ദർ ഈസ് നോ ഓപ്പറേഷൻ വിത്തൗട്ട് കോഓപ്പറേഷൻ. ആ കോഓപ്പറേഷൻ എന്നുള്ളത് മുഴുവനായി ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹത് സ്ഥാപനം വിദ്യാഭ്യാസ വിഹായസിലെ ഒരു പ്രശോഭ നക്ഷത്രമായി എന്നും പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇതൊരു വിശ്വോത്തര കലാലയമായി മാറും എന്നതിൽ സംശയമില്ല. ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളോടെ ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലൈഫ്, ത്രൂ ലൈഫ് ആൻഡ് ത്രൂ ഔട്ട് ലൈഫ്. ഈ വാക്കുകൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം അന്വർത്ഥമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.